ഇവളുടെ കാര്യം ഞാൻ കാരണം ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട് ദേവിക. എനിക്കറിയാം, ഒരു മനസ്സമാധാനവും ഞാൻ കൊടുത്തിട്ടില്ല. അവസാനം ഇവളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ അടുത്തടി ദൈവം തന്നു. എന്റെ സിദ്ധു എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ സിദ്ധു കൊലപാതകയായി. നന്ദന്റെ കാര്യം ഇങ്ങനെ. ഇതിനിടയ്ക്ക് രജനിയും അനുഭവിച്ചു. എല്ലാവർക്കും ഓരോരോ. ആത്മഹത്യ ചെയ്ത എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാന്നറിയാം. പക്ഷെ ധൈര്യമില്ല. ആത്മഹത്യ ചെയ്യൽ രക്ഷപ്പെടലാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലേ മാഡം? ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ഉടനെ അങ്ങ് ആത്മഹത്യ ചെയ്താൽ മതിയല്ലോ. ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടുകയല്ല, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുക വേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി വലിയ പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ അത് നമ്മൾ ഒരുമിച്ച് നേരിടും. മേഡം സമാധാനമായിട്ടിരിക്കേ. ഞാൻ നന്ദനെ അന്വേഷിക്കുന്നുണ്ട്. നന്ദനെ കുറിച്ച് ഉടനെ തന്നെ അറിവ് കിട്ടും. ശത്രുക്കള് ഇങ്ങോട്ട് അന്വേഷിച്ച് വരണ്ടെന്ന് കരുതി നന്ദൻ മനഃപൂർവ്വം മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ദേവിക. ദേവികയെ വിളിക്കാതിരിക്കുന്നത് ഫോൺ നമ്പർ വെച്ചിട്ടൊന്നും നന്ദനെ കണ്ടുപിടിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. ഗിരീഷേട്ടൻ പറയുന്ന പോലെ തന്നെ ആയാ മതിയായിരുന്നു. പക്ഷെ ശത്രുക്കള് വലിയ ശക്തരാ ഗിരീഷേട്ട. മുരളേട്ടൻ പറഞ്ഞു. ആക്രമിച്ചവരെ മുരളി വ്യക്തമായിട്ട് കണ്ടിരുന്നോ? പെട്ടെന്നുള്ള അടി കിട്ടിയതോടെ പിന്നൊന്നും ഓർമ്മയില്ലെന്ന് മുരളേട്ടൻ പറഞ്ഞ്. എനിക്കൊരു സംശയം വെച്ചിട്ട് ഞാൻ തനുജ ചെന്ന് കണ്ടിരുന്നു. അവൾക്ക് നന്ദനോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിന്റെ പിറകിൽ അവളുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റാരോ ആണ്. ബലരാമനുമായിട്ട് ബന്ധപ്പെട്ട ആരോ. പുറകിൽ ആരായാലും നന്ദനെ കണ്ടുപിടിച്ചിരിക്കും. എന്റെ വാക്ക. ഈ പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ വൈകാതെ അങ്ങ് മാറും. സിദ്ധാർത്ഥൻ സാറിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. പിന്നെ ദാ ഈ വീട് പഴയ പോലെ സന്തോഷം നിറഞ്ഞ ചന്ദ്രോത്താവും. ഗിരീഷേട്ടന്റെ വാക്കുകൾ കേൾക്കുമ്പോ ഒരു വലിയ സമാധാനം കിട്ടുന്നുണ്ട്. ഇതും ദൈവം എനിക്ക് തന്ന മറുപടിയാ. എല്ലാവരെയും വെല്ലുവിളിച്ച് ഞാനാണ് വലിയ ആളെന്ന് കരുതി നടന്ന കാലത്ത് ഗിരിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ആപത്ത് സമയത്ത് ഗിരീഷിനെ പോലൊരു മകനെങ്കിലും കൂടെ ഉണ്ടായല്ലോ. രജനിയെ ഗിരീഷിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഒരു ജീവിതം ഇല്ലാതായി പോയനെ. കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. നമുക്ക് സിദ്ധാർത്ഥൻ സാറിനെ പുറത്തു കൊണ്ടുവരാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.